വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസ് അങ്കണത്തിൽ നിന്ന് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമാനം കയറുമ്പോൾ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച കേവലം ഒരു ഔദ്യോഗിക സന്ദർശനം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ കത്തുന്ന യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കുന്ന ചരിത്രപരമായ ഒരു നീക്കം കൂടിയാണ്. ഇറാന്റെ സാമ്പത്തിക തകർച്ചയും സമുദ്രപാതകളിലെ തടസ്സങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമിതി ഏറെ നിർണായകമാണ്. യാത്രയ്ക്ക് തൊട്ടു മുൻപായി മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ബീജിംഗിലെ ചർച്ചകളിൽ നിന്ന് ശുഭകരമായ ചില മാറ്റങ്ങൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഷീ ജിൻപിങ്ങുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധം ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. 2 മാസമായി തുടരുന്ന ഇറാൻ സംഘർഷം ലോകരാജ്യങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഖ്യകക്ഷിയായ ചൈനയ്ക്ക് മാത്രമേ ടെഹ്റാനെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഈ ദൗത്യത്തിൽ പങ്കാളിയാക്കുക എന്നതാണ് ട്രംപിന്റെ ബീജിംഗ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുന്നത് ആഗോള വിപണിയെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഹോർമുസ് വീണ്ടും തുറക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുക എന്നത് ട്രംപിന്റെ നയതന്ത്ര അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ആഗോള സുരക്ഷയ്ക്ക് തന്നെയായിരിക്കും മുൻഗണന. ഇറാൻ യുദ്ധം ഒരുപക്ഷെ 3ാം ലോകമഹായുദ്ധത്തിന് കാരണമായേക്കാമെന്ന ഭീതി പല രാജ്യങ്ങൾക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും ഒരേ നിലപാടിലെത്തുക എന്നത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇറാൻ വിഷയത്തിന് പുറമെ വ്യാപാര ബന്ധങ്ങളും ചർച്ചകളിൽ ഇടം പിടിക്കും. ലോകത്തെ 2 വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ശീതയുദ്ധം അവസാനിക്കണമെങ്കിൽ ഇത്തരം ഉന്നതതല ചർച്ചകൾ അനിവാര്യമാണ്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ചൈന തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ട്രംപ് മുന്നോട്ട് വെക്കുന്ന പുതിയ നിർദ്ദേശം ഇറാന്റെ സാമ്പത്തിക ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ ചൈന സഹായിക്കുക എന്നതാകാം. പകരം യുദ്ധം അവസാനിപ്പിക്കാനും സമുദ്രപാതകൾ തുറക്കാനും ഇറാനെ നിർബന്ധിക്കണം. ഇതൊരു വിട്ടുവീഴ്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അമേരിക്കൻ വിദേശ നയത്തിലെ വലിയൊരു വഴിത്തിരിവായാണ് ട്രംപിന്റെ ഈ സന്ദർശനം കാണപ്പെടുന്നത്. സൈനിക ബലത്തേക്കാൾ നയതന്ത്ര ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ട്രംപിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. തന്റെ ഡീൽ മേക്കിംഗ് വൈഭവം ഉപയോഗിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കരാർ ഒപ്പിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ചൈനയുടെ കൂടി തലവേദനയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികൾ യുദ്ധം മൂലം തടസ്സപ്പെടുന്നത് ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ സാഹചര്യം മുതലെടുത്ത് ചൈനയെ തങ്ങളുടെ പക്ഷത്തെത്തിക്കാനാണ് അമേരിക്കയുടെ നീക്കം. ബീജിംഗിലേക്ക് പുറപ്പെടുമ്പോൾ ട്രംപ് നൽകിയ സന്ദേശം തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നു. ചൈനയെ ശത്രുവായി കാണുന്നതിന് പകരം സമാധാനത്തിനായുള്ള പങ്കാളിയായി കാണാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ഇറാന്റെ സൈനിക ശേഷിയേക്കാൾ അവരുടെ സാമ്പത്തിക ശേഷിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ചൈന നൽകുന്ന പിന്തുണയാണ് ഇറാന്റെ ഏക ആശ്വാസം. ആ പിന്തുണ കുറയ്ക്കാൻ ട്രംപിന് സാധിച്ചാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് വൈറ്റ് ഹൌസ് കണക്ക് കൂട്ടുന്നു. ആഗോള സുരക്ഷാ ക്രമത്തിൽ റഷ്യയുടെയും പങ്കും ഈ ചർച്ചകളിൽ കടന്നുവരാം. റഷ്യയും ചൈനയും ഇറാൻ പക്ഷത്ത് നിൽക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ട്രംപിന്റെ ചൈനീസ് യാത്രയ്ക്ക് സാധിക്കുമോ എന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം തന്ത്രപരമായ ഒന്നാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഭൂരിഭാഗവും ഇതുവഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ പാത സുരക്ഷിതമാകണം. ട്രംപ് ഈ പോയിന്റിലായിരിക്കും ഷീ ജിൻപിങ്ങിനെ സമ്മർദ്ദത്തിലാക്കുക. വൈറ്റ് ഹൌസിൽ നിന്നുള്ള പുറപ്പാട് മുതൽ ബീജിംഗിലെ വരവേൽപ്പ് വരെ ഓരോ നീക്കവും കൃത്യമായ തയ്യാറെടുപ്പോടെയാണ് നടക്കുന്നത്. ട്രംപിന്റെ സംഘത്തിൽ പ്രമുഖരായ സാമ്പത്തിക ഉപദേഷ്ടാക്കളും സൈനിക ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതിനർത്ഥം ചർച്ചകൾ വെറും ഉപചാരപരമായ ഒന്നല്ല, മറിച്ച് ആഴത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണെന്നാണ്. ചൈനീസ് മാധ്യമങ്ങൾ ട്രംപിന്റെ സന്ദർശനത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കപ്പുറം ഏഷ്യൻ ശക്തികളുമായി സഹകരിക്കാനുള്ള അമേരിക്കയുടെ നീക്കം ചൈനയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ്.
യുദ്ധം അവസാനിച്ചാൽ അത് ട്രംപിന്റെ വരുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വലിയ ഊർജ്ജം നൽകും. ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കും വലിയ ആശ്വാസമാണ്. ആഗോള ഓഹരി വിപണികൾ ട്രംപിന്റെ യാത്രയെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്ക ചൈന മത്സരങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ അവർക്ക് ഒന്നിക്കേണ്ടി വരുന്നു. ഇതൊരു നയതന്ത്രപരമായ നിർബന്ധാവസ്ഥയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം എങ്ങനെ ചൈനീസ് താൽപര്യങ്ങളുമായി പൊരുത്തപ്പെടുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ബീജിംഗിലെ ആ കനത്ത മഞ്ഞുകാലത്ത് നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിലെ ഉഷ്ണമേഖലാ യുദ്ധത്തെ ശമിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ട്രംപിന്റെ ഓരോ വാക്കും ഷീ ജിൻപിങ്ങിന്റെ ഓരോ പ്രതികരണവും ലോകത്തിന്റെ വിധി മാറ്റിയെഴുതിയേക്കാം. തിരശ്ശീലയ്ക്ക് പിന്നിൽ മാസങ്ങളായി നടന്ന നയതന്ത്ര നീക്കങ്ങളുടെ ക്ലൈമാക്സ് ആണ് ഈ കൂടിക്കാഴ്ച. ട്രംപിന്റെ ശുഭാപ്തി വിശ്വാസം വെറുതെയല്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വലിയ കരാറിന്റെ കരട് ഇതിനകം തയ്യാറായിട്ടുണ്ടാകാം. ലോകം കാത്തിരിക്കുന്ന ആ ബിഗ് അനൗൺസ്മെന്റ് ട്രംപിന്റെ യാത്ര കഴിഞ്ഞു മടങ്ങുമ്പോൾ ഉണ്ടായേക്കാം. ട്രംപിന്റെ ഈ സാഹസികമായ നയതന്ത്ര നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധം തടയൽ ദൗത്യമായി മാറും. ഷീ ജിൻപിങ്ങിന്റെ സഹകരണത്തോടെ ഇറാനെ പിന്തിരിപ്പിക്കാൻ ട്രംപിന് സാധിച്ചാൽ അത് അമേരിക്കയുടെയും ചൈനയുടെയും ബന്ധത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കമിടും. ലോകം സമാധാനത്തിന്റെ ആ പുലരിക്കായി ബീജിംഗിലേക്ക് ഉറ്റുനോക്കുന്നു.